ഹായ് ഹലോ പിള്ളേർക്ക് നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുകയായിട്ട്. അപ്പം ഇന്നൊരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുഞ്ഞിന് പോകേണ്ട ഒരു ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ കുഞ്ഞൻ തന്നെ ആട്ടോ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ അരിയടപ്പത്തിട്ടൊക്കെ ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ഞാൻ എഴുന്നേറ്റ് വരാറുള്ളത്. പിന്നെ കുഞ്ഞിനിങ്ങനെ പറയും, നീ അവിടെ കിടന്നോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാലും ആൾക്ക് എല്ലാ കാര്യവും എവിടേക്കാണ് ഇരിക്കുന്നതെന്നോ അല്ലെങ്കിൽ എല്ലാം ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇതെവിടെയാണ് അതെവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് വരും. പിന്നെ ആൾക്കിപ്പോൾ അങ്ങ് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാട്ടോ. നല്ല ക്ഷീണമാണ്. കാരണം അവിടുന്ന് രാവിലെ പോയിട്ട് ജോലിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരും. പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ആകുമ്പോൾ ആൾക്ക് നല്ല ക്ഷീണം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനും അങ്ങ് ഒരുവിധം അങ്ങ് ചെയ്യും കേട്ടോ. ഫുള്ള് ബെഡ് റെസ്റ്റും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഇടയ്ക്ക് ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്, റെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് എന്ന് മാത്രം. എന്നാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ബാക്ക് പെയിനൊക്കെ കുറവുണ്ടോയെന്ന്. എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറയും. അപ്പോൾ എനിക്ക് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു വേദനയുടെ. അപ്പോൾ വേദന ഒരുപാടങ്ങ് എനിക്ക് പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ മാത്രമേ ഞാൻ ടാബ്ലറ്റ് കഴിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വേദന ടാബ്ലറ്റ് ഞാൻ കഴിക്കത്തില്ല. എനിക്ക് പേടിയാണ്, കിഡ്നി എങ്ങാനും അടിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു പേടിയാണ്. അതുകൊണ്ട് ടാബ്ലറ്റ് ഞാൻ അങ്ങനെ വേദനയുടെ ഒന്നും അങ്ങനെ കഴിക്കാറില്ല. നമുക്ക് ഒരു പരിധി വിട്ട് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ കഴിക്കൂ. ഇപ്പോൾ 2 ദിവസമായിട്ട് കഴിക്കുന്നുണ്ട്, പക്ഷെ കുറയുന്നില്ല എനിക്ക് അങ്ങോട്ട് കേട്ടോ. ഇനി ഒരു പീരീഡ്സിൻ്റെയൊക്കെ ആ ഒരു ഇതായതുകൊണ്ടാണോ വേദനയെന്ന് അറിയത്തില്ല. ആ ഒരു സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ കൂടുതലായിട്ട് നിൽക്കുക കേട്ടോ, പീരീഡ്സ് ആവുന്നതിന് തൊട്ട് മുന്നായിട്ടൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇനി അതിൻ്റെയൊക്കെ ആയിരിക്കാം. എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു വേദന വരാറുണ്ടല്ലോ. മിക്ക ആൾക്കാർക്കും ഈ ഒരു വേദന വരാറുണ്ട്. പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ വരാതെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൂട്ടൊക്കെ വേദനയൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം വേദനയിൽ നിന്നൊരു മോചനം ഉണ്ടാവണമല്ലോ. അപ്പോൾ എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. കാരണം ഞാനിത് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന വേദന ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടുവിനും വയറിനും കാലിനും ഒക്കെ ഉണ്ടാകുന്ന വേദനയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ. കാരണം അത്രത്തോളം വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത്. അങ്ങനെ ഇന്ന് രാവിലെ നമുക്ക് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ചൂടാക്കി വെച്ചു. പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാട്ടോ ഉണ്ടാക്കുന്നത്. അത് ഇന്നലെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കപ്പയാക്കാമെന്ന് വിചാരിച്ചു. കപ്പ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എല്ലാം കൂടെ ശരിയാക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ കുഞ്ഞിനും അത് പാടായിരിക്കും അത്ര നേരം നിൽക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് എല്ലാം തലേന്ന് രാത്രി തന്നെ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെക്കും. അപ്പോൾ സാമ്പാറും അങ്ങനെയൊക്കെ ആണെങ്കിൽ തലേന്ന് തന്നെ നമ്മൾ കറിയൊക്കെ വെച്ച് വെക്കും കേട്ടോ. അതാകുമ്പോൾ പിറ്റേന്ന് രാവിലെ പിന്നെ പാടില്ല. അപ്പോൾ ഇന്ന് കപ്പയും മുളക് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി. പിന്നെ മുളക് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് മുളക് ചമ്മന്തിക്ക് ഇതായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചുമന്നുള്ളി കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ചുമന്നുള്ളി കൂടുതൽ എടുക്കുന്നത് വെച്ചാൽ എരിവ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിന് എരിവ് ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞാൻ ചുമന്നുള്ളി കൂടുതൽ എടുത്തിട്ട് മുളക് കുറച്ചാണ് എടുക്കുന്നത്. പിന്നെ പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും പുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കും. മിക്സിയിലായതുകൊണ്ട് കുറച്ച് അരിഞ്ഞു പോയി. ഇത് നമ്മൾ അമ്മിക്കല്ലിലോ ഇടികല്ലിലോ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റ്. പക്ഷേ എനിക്ക് ഈ ഒരു ചമ്മന്തിയേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളൊരു മുളക് ചമ്മന്തി വേറെ കേട്ടോ. അതിന് മുളക് ഉടച്ചെന്നൊക്കെ നമ്മുടെ അവിടെ പറയുന്നത്, പുളിമുളക് ഉടച്ചെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ വറ്റൽമുളക് വെച്ചിട്ട് ഉടച്ചെടുക്കുന്ന കേട്ടോ. വറ്റൽമുളക് ഈ അടുപ്പിൽ നല്ല കണലിനകത്തിട്ട് ചുട്ടിട്ട് അതിനകത്ത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചുട്ടെടുക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് പുളിയും ഉപ്പെല്ലാം കൂടെ ചേർത്തിട്ട് അമ്മിക്കല്ലിൽ ഇങ്ങനെ അരച്ചെടുക്കും. അരച്ചെന്ന് വെച്ചാൽ ഒന്ന് ചതച്ചൊന്നും എടുക്കത്തേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇടികല്ലിലായാലും ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം, എൻ്റെ പൊന്നി ഒരു രക്ഷയില്ലാത്തൊരു സ്മെല്ലാട്ടോ. അടിപൊളി മണമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. നമുക്ക് ചോറൊക്കെ ഇങ്ങനെ ഒരുപാട് കഴിക്കാൻ തോന്നി കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം പണ്ട് അമ്മ എനിക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതാട്ടോ ഉണ്ടാക്കി തരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിനോടെ ഇങ്ങനെ പുരട്ടി കഴിക്കുമ്പോൾ അയ്യോ അടിപൊളിയാണ്. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ കൂടെ കപ്പലോടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ വരുമ്പോൾ എനിക്ക് അമ്മ ഉണ്ടാക്കി തരും. പക്ഷേ ഇവിടെ കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആൾക്ക് എരിവ് കൂടുതലായതുകൊണ്ട് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ വറ്റൽമുളകിന് നല്ല എരിവല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അധികം അങ്ങനെ കഴിക്കാൻ ഭയങ്കര ആൾക്ക് പേടിയാണ്. പിന്നെ ആ എരിവ് വന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കത്തില്ല. പക്ഷെ ഒരൊട്ടം ഉണ്ടാക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ പിന്നെ കുഞ്ഞൻ ഫുഡെല്ലാം കഴിച്ച് ജോലിക്ക് പോയി. കുഞ്ഞൻ പോയതിന് ശേഷം ഞാൻ ഓടി വന്ന് കിടക്കുക കേട്ടോ ചെയ്തത്. കിടന്ന് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നീട്
പിന്നീട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ പിന്നീട് കഴിക്കാമെന്ന് വെച്ചു. കാരണം കുറേ നേരം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് നിൽക്കരുത്, ഇരിക്കരുത്, കിടക്കുക തന്നെ ചെയ്യണം, നല്ല ബെഡ് റെസ്റ്റ് ആയിരിക്കണം വേണ്ടുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് വിട്ടത്. പക്ഷേ നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് ഫുള്ള് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെയ്താലും പിന്നെ പെട്ടെന്ന് വന്ന് ഞാൻ കിടക്കുന്നത് അതുകൊണ്ടാണ്. ചിലപ്പം അത്രയും നേരം നമ്മൾ കൂടുതൽ നിൽക്കുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് നേരം ലേറ്റായിട്ട് ഫുഡ് കഴിച്ചാലും വേണ്ടിയില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നു. ഞാനും പിന്നെ ഇച്ചിരി കട്ടൻ ഞാൻ പിന്നീടായിട്ട് ഇട്ടത്. കുഞ്ഞിന് ഞാൻ ആ ഒരു സമയത്ത് കുഞ്ഞിന് വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇച്ചിരി കട്ടനും കൂടെ ആക്കി പിന്നെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു മനസ്സമാധാനക്കേട്. ഇവിടെയാണെങ്കിൽ കഞ്ഞിവെള്ളം തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് ചോറ് വെച്ചപ്പം കൂടുതലായിട്ടും കണ്ട് പിന്നെ വെള്ളം വെച്ചതുകൊണ്ട് അവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് പോയിട്ട് നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്നിട്ട് പിന്നീട് ചിലപ്പോൾ നമ്മൾ വിട്ടു പോകും. പക്ഷേ തുരുമ്പെടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഇരുന്നാൽ ഈ വെള്ളമൊക്കെ വീണ് ഇരുന്നാൽ നമ്മൾ തുടച്ചില്ലെങ്കിൽ അടുപ്പ് പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകും. അപ്പോൾ നമ്മൾ കൈയോടെ തുടച്ച് കഴിയുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം പാത്രമൊന്നും ഞാൻ എന്തായാലും ഇപ്പം കഴുകാൻ നിൽക്കുന്നില്ല. അന്നേരം പിന്നീട് വന്നിട്ട് എന്തായാലും റെസ്റ്റ് എടുത്തിട്ട് വന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ 1-2 കമൻറ്റ്സ് ഇതിന് മുന്നേയും വന്നിട്ടുണ്ട്, ഇതാ ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കുന്നതെന്ന് ചോദിച്ചു. കുക്കറിൽ ചോറ് വെക്കാൻ ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പം ചോറിനുള്ള അരി ഉണ്ടല്ലോ, നമ്മൾ ആവശ്യത്തിന് അരി നമ്മൾ കുക്കറിനകത്ത് കഴുകി വൃത്തിയാക്കി ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി കൂടുതലായിട്ട് ഒഴിക്കുക, ഒരുപാട് തുളുമ്പനെ ഒഴിക്കരുത്. ഒരു 1/2 ഭാഗം ആ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് അരി എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചോറിൽ വെച്ചാൽ കലത്തിൽ നമ്മൾ ചോറ് വെക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒറ്റ വിസിൽ ഞാൻ അടുപ്പിക്കാറുള്ളൂ. കഴിഞ്ഞൊരു ദിവസം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര വിസിൽ അടുപ്പിക്കുന്നു. ഒറ്റ വിസിലേ അടിക്കത്തുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ടാണ് അടുപ്പിക്കുന്നത് തന്നെ. നമുക്ക് പൊന്നിയരി ആട്ടോ നമ്മൾ മേടിക്കുന്നത്, അതുകൊണ്ട് അതിന് വേവ് കുറവാണ്. അപ്പോൾ ഒറ്റ വിസിൽ മാത്രം മതി. പിന്നെ വേറെ ഏതെങ്കിലും അരിയാണെങ്കിൽ അതനുസരിച്ച് വേവിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂട്ടണം. കാരണം ഞാൻ പൊന്നിയരി മേടിക്കുന്നതുകൊണ്ട് എനിക്ക് ഒറ്റ വിസിൽ മാത്രം മതി. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്തും കിട്ടും കേട്ടോ. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നീട് പോയി കിടന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴാട്ടോ എഴുന്നേറ്റ് വന്നേ. പിന്നെ ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും പോയി കിടക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നു. കുഞ്ഞൻ വന്നതിന് ശേഷം പിന്നീട് ഞാനിവിടെ വന്ന് പിന്നെ ബാക്കി പാത്രങ്ങൾ ഇവിടെ കിടക്കുകയാണ്. കുഞ്ഞൻ മിക്ക ദിവസം വന്ന് കുഞ്ഞനാണ് പാത്രം കഴുകി വെക്കുന്നത്. ഇന്ന് ആൾക്ക് നല്ല വയ്യായികയും ബുദ്ധിമുട്ടുമായിരുന്നു കേട്ടോ. നടുവിന് നല്ല വേദനയായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോഴേ പറഞ്ഞു എനിക്കങ്ങ് കിടന്നോളാൻ വയ്യ, എനിക്ക് നടുവേദന എടുക്കുന്നെന്ന്. പിന്നെ ഞാൻ ആ പാത്രം ഞാൻ പോയി അങ്ങ് കഴുകി. കാരണം ആളെയും കൊണ്ട് വയ്യാണ്ടിരിക്കുമ്പോൾ ആ പാത്രം കൂടെ കഴിയുമ്പോൾ ആൾക്ക് പിന്നെയും ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങ് പോയി കഴുകി കേട്ടോ. എനിക്കും വയ്യായികയാണ്, എന്നാലും ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചെയ്യുന്നതല്ലേ നല്ലത്. ഒരാൾക്ക് വയ്യാണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുക അങ്ങനെ. അതുകൊണ്ട് ഞാനങ്ങ് പോയി ചെയ്തു. കാരണം കുഞ്ഞിന് ഒട്ടും വയ്യായിരുന്നു. അപ്പം നമുക്കത് മനസ്സിലാവുമ്പോൾ പിന്നെ ആളെയും കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കൊരു മാനസിക ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. പിന്നെ വെള്ളം തിളപ്പിക്കാൻ ഞാൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞൻ വന്നിട്ടായിരുന്നു വെക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാനങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ചൂട് ആറാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പാത്രങ്ങളെല്ലാം കഴുകി അങ്ങനെ വെച്ചേക്കുമായിരുന്നു. അതെല്ലാം പിന്നെ പറക്കി മുകളിലോട്ടൊക്കെ വെച്ചു. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ എനിക്കെല്ലാവരോടും ഭയങ്കര പറഞ്ഞറിയാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് ഞാനാണെങ്കിൽ വ്ലോഗ് ഇട്ട സമയത്തൊന്നും ഒറ്റ മനുഷ്യർ കമൻറ്റ് ചെയ്യത്ത പോലും ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് എന്താ ആരും കാണാത്ത, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് എന്താ കമൻറ്റ് ചെയ്യാത്ത, ആർക്കും എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കോ, ഞാൻ ഇടുന്ന വീഡിയോസ് ആർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കോ എന്നൊക്കെ എനിക്കിങ്ങനെ ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ഞാൻ മിക്ക ആൾക്കാരും വീഡിയോസ് വ്ളോഗൊക്കെ കാണുന്നതാണ്. അപ്പോഴത്തേക്ക് അവരൊക്കെ കമൻറ്റ് ബോക്സിൽ കാണുമ്പോഴത്തേക്ക് ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നതും ഓരോരോ വിശേഷങ്ങൾ ഓരോരുത്തർ പറയുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുമായിരുന്നു. നമ്മൾക്കടുത്ത് ഇങ്ങനെ ആരും സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതും പല സ്ഥലത്തുള്ള ആൾക്കാർ. എനിക്ക് തന്നെ അറിയില്ല. കാരണം ഞാൻ ഈ ഇട്ടവട്ടത്തിൽ നിൽക്കുന്ന ആളായ എനിക്ക് ഇപ്പോൾ ഒരുപാട് ദൂരെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സൗഹൃദം ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ ഒരു ഫാമിലിയിലുള്ള ഒരു ആൾക്കാരെ പോലെ തന്നെ ഞങ്ങളെ കാണുന്നതെന്നും ഞങ്ങളോട് സംസാരിക്കുന്നതും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങളുടെ ഓരോ വാക്കിലും
അത് എത്രത്തോളം ഞങ്ങളോടുള്ള സ്നേഹം ഉണ്ടെന്ന് ആ ഒരു കമൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പലരും എന്നെ ഇപ്പോൾ ഈ വയ്യായിക വന്നപ്പോൾ തന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വിളിക്കുകയും എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കും, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചില സമയത്തേ നമുക്ക് വാക്കുകൾ കിട്ടത്തില്ല അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷനായിട്ടോ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എങ്ങനെ അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ സ്നേഹിച്ച് നമ്മളുടെ കൂടെ എൻ്റേതെന്നും പറഞ്ഞ് ചേർത്ത് നിർത്തി ചില ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരെന്നെ കുറ്റപ്പെടുത്തുകയും കുത്തുവാക്കുകൾ പറയും തള്ളിക്കളയും ചെയ്തിട്ടാണ് ചെയ്തത്. എൻ്റെ സ്നേഹത്തിനൊന്നും ഒരു പുല്ല് വിലയാണ് തന്നിട്ടുള്ളത് അവർ, അങ്ങനെ വേണം പറയാൻ. ചിലപ്പോൾ അവർ പണത്തിനും ചിലപ്പോൾ എന്തെങ്കിലും രക്തബന്ധത്തിനൊക്കെ ആയിരിക്കും ചിലപ്പം ഭയങ്കര മൂല്യം കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ എന്നെ തള്ളിക്കളഞ്ഞത്. പക്ഷേ എനിക്കതൊരു വിഷമം, ആ ഒരു സമയത്ത് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരു വിഷമവുമില്ല. കാരണം ഞങ്ങളെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കിപ്പം പറയാൻ പറ്റും കേട്ടോ. കാരണം അത്രത്തോളം എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളും അതേപോലെ തന്നെ ആട്ടോ നിങ്ങളെയും കാണുന്നത്, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ. ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈ ഒരു സപ്പോർട്ടിങ് എത്ര നാൾ എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് മരണം വരെ നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി, കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.